ആരെയും വിശ്വസിക്കരുത്. നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരും നമ്മളുടെ നാശത്തിനായി കാത്തിരിക്കുന്നവരാണ്. അതിന്നില്ലെങ്കിൽ നാളെ മനസ്സിലാവും. എന്താണെന്നല്ലേ ഞാനിങ്ങനെ പറഞ്ഞത്. നമ്മൾ നന്നാവണം എന്ന് വിചാരിക്കുന്നവരെ അവരെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ അതുണ്ടാവും. നമ്മളെ നശിപ്പിക്കണം എന്നുള്ളവർക്ക് അവരെ വാക്കിലും പ്രവൃത്തിയിലും ആ രീതിയിൽ അവർ പെരുമാറും. നമ്മുടെ മനസ്സ് തകർക്കുമ്പോഴല്ലേ നമ്മുടെ നാശത്തിൻ്റെയും തുടക്കം അല്ലേ? പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരിക. അങ്ങനെയല്ലേ? നമ്മളെ നാശം കാത്തിരിക്കുന്നവരാണെങ്കിൽ അവരുടെ വായിൽ നിന്ന് വരുന്നത് അങ്ങനെയുള്ളതായിരിക്കും. ഞാൻ ഉൾപ്പെടെ പറയുന്നതാണ്, ഞാൻ പറയുന്നതാണ്. പക്ഷെ ഞാനങ്ങനെ വിചാരിക്കാറില്ല. നമ്മുടെ സങ്കടം കൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയി എന്നിരിക്കും. അത് വേണമെന്ന് വെച്ച് പറഞ്ഞില്ല. നമ്മുടെ സങ്കടവും നമ്മുടെ മനസ്സിൽ താങ്ങാൻ പറ്റാതായി വരുമ്പോൾ പുറത്ത് വരുന്ന അതങ്ങനെ ആയിപ്പോകുന്നതാണ് കേട്ടോ. ഞാനങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ പറഞ്ഞത് മനസ്സിലായി. നമ്മളെ നാശത്തിന് വേണ്ടിയാണ്. ആരെയും വിശ്വസിക്കരുത്. ഇന്ന് ഞാൻ നാളെ നീ. ആ പ്രമാണം ശരിയാണെങ്കിൽ നാളത്തെ നറുക്ക് നമുക്കായിരിക്കും അല്ലേ? എനിക്കായിരിക്കാം, നിങ്ങൾക്കായിരിക്കാം അല്ലേ? ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നാളെ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമോ എന്ന് ഉറപ്പില്ല. നമ്മളുടെ ജീവന് ഉണ്ടോ? ഇല്ല. ഇന്ന് രാത്രി നമ്മൾ ആരോടെങ്കിലും വഴക്കടിച്ചു, എന്തെങ്കിലും പറഞ്ഞിട്ട് കിടന്നുറങ്ങി, നാളെ രാവിലെ നമ്മൾ കണ്ണു തുറന്നില്ലെങ്കിൽ അത്രയേ ഉള്ളൂ ജീവിതം. ആ നൈമിഷികമായ ജീവിതത്തിനിടയിൽ നമ്മൾ വാക്കുകൾ കൊണ്ട് പറയുന്നത് എത്രമേൽ ആഴത്തിലേറിയതാണെന്ന് ആലോചിക്കുക. ഞാൻ ഉപദേശം തരുമ്പോൾ ഒരുപക്ഷെ എനിക്ക് പോലും അത് പ്രാവർത്തികമാക്കാൻ പറ്റാറില്ല. സാഹചര്യം അങ്ങനെയായി വരുമ്പോൾ. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത്, ഞാൻ നാളെ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ ഇതേ ക്യാമറയുടെ മുമ്പിൽ വരുന്നതായിരിക്കും. മനസ്സിലായല്ലോ അല്ലേ? ജീവൻ്റെ വില അത്രയേ ഉള്ളൂ. നമ്മളുടെ ജീവൻ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ രാത്രി മനസ്സ് വെച്ചാൽ എടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ? അതാണ്. നാളെ രാവിലെ നമ്മൾ കാണുമോ ഇല്ലയോ എന്നുള്ളവർ പറഞ്ഞില്ല. ശുഭപ്രതീക്ഷയോടെ ശുഭരാത്രി.